ഹലോ ഗായ്സ്, എല്ലാവർക്കും UK ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഹോം ടൂർ ആണ് ചെയ്യുന്നത്. ഞങ്ങളൊരു കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ താമസിക്കുന്ന വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഈ വീടിനെ പറ്റി ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം തള്ളലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ 2 ഡോറുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ടേ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തണുപ്പ് കാലം വരില്ലല്ലോ, അന്നേരം നമുക്ക് ഈ ഡോറ് എപ്പോഴും നമ്മൾ അടച്ചിട്ടേക്കുക, അല്ലെങ്കിൽ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് വരും. അതുകൊണ്ടാണ് അവർ ഈ 2 ഡോറ് വെച്ചാണ്. ഇവിടെ UK എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് ഈ ഡോർ അടയ്ക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാള്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുള്ളൂ. അപ്പൊ അവള് ജീനെ വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എടുക്കാൻ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. അവ നേരെ വന്ന് ഈ കാണുന്ന ഞങ്ങളുടെ ഹാളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈറ്റിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഇടുമ്പോൾ തന്നെ ഒരു പ്രകാശം ഉണ്ടാവില്ല. ഇട്ട് കുറച്ച് എന്തായാലും ഒരു ബാർ സെറ്റപ്പ് പോലെയായിട്ടായിരിക്കും. കുറച്ച് നല്ല വെട്ടായിരിക്കും. ഇപ്പൊ ഇച്ചിരി ലൈറ്റ് കുറവായി ഇതിനൊക്കെ. അതിന് വലിയൊരു ഈ സോഫ തന്നെ കണ്ടില്ലേ, ഞങ്ങളുടെ ഈ സോഫ ഇട്ടപ്പോൾ തന്നെ ഇത്രയും അവിടെ ഗ്യാപ്പ് അവിടെ ഫില്ലായി. പിന്നെ വേറെ ഇവിടെ ഒരു ടേബിളൊക്കെ ഇടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ടേബിള് കോഫി ടേബിള് ഞങ്ങൾ മേടിച്ചത്. അപ്പൊ അത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ പാലിൽ വരുവാണെങ്കിൽ തന്നെ ഞങ്ങൾ എടുത്തിടും. അപ്പൊ അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ആയാലും വന്നാലേ ജസ്റ്റ് ഉള്ളൂ. എന്നാലും ആരും അതൊന്നും വേണ്ടെന്ന് പറയില്ല. നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ റേഞ്ച് ആയതുകൊണ്ട് എല്ലാവരും ആ കയ്യിൽ നിന്ന് കുടിക്കുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങളപ്പോ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ വാച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കി അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ചെടിയൊക്കെ വെക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു ചെടി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ ചെടി ഇടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് കുറച്ച് ചെടികളൊക്കെ മേടിച്ചു. അത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ചാണ്. ഇതാണ് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. അതാണ് ഇതിന്റെ മെയിൻ ഇത്. അപ്പൊ അത് വെച്ചു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നത് ഈ സോഫയിലിരുന്നു. TV കാണാനോ ചിലപ്പോൾ കയ്യിൽ കഴിക്കാൻ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പ്ലേറ്റ് നമ്മളെടുത്ത് കയ്യിൽ നിന്ന് കഴിക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ കഴിക്കാറ്. അപ്പൊ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെ TV കാണാറുള്ളൂ. അപ്പൊ TV എന്തായാലും വലിയൊരു TV വാങ്ങണമെന്ന് എനിക്ക് വലിയൊരു അതായിരുന്നു. ഞാൻ 65 ഇഞ്ചിന്റെ TV വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന്റെ ഒക്കെ അനുസരിച്ച് വേണമല്ലോ. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന്റെ
നടപടി ആവാത്തതുകൊണ്ട് ഞാൻ ഈ ഇത്ര ഉള്ള TV മേടിച്ചു. എന്നാലും വലിയൊരു TV ആയിരുന്നു. അതെനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വലിയ TV വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നോക്കിയാണ് മേടിച്ചത്. എന്ന് വെച്ചാൽ വലിയ ബ്രാൻഡ് ഒന്നല്ല, എന്നാലും UK ഒരു അത്യാവശ്യം വലിയ ബ്രാൻഡാണത്. അത് TV ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു വയ്ക്കുക. കൊച്ചടുത്ത് വന്ന് ഞാൻ ഇങ്ങനത്തെ ഇത് ടോയ് ആയിട്ടോ എന്തായിട്ടോ ചോദിച്ചാൽ ഇത്, പക്ഷെ ഇത് ആന്റിക് ഷോപ്പിൽ നിന്ന് മേടിച്ചല്ലേ നമ്മള്. ഇത് നമ്മള് ആന്റിക് ഷോപ്പിൽ നിന്ന് മേടിച്ച. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു 1800 സംതിങ്ങിലെങ്ങാണ്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സാ അത്. വിൻചെസ്റ്റർ ആ സ്ഥലത്ത് ഓടിക്കൊണ്ടിരുന്ന ശരിക്കും ഉണ്ടായിരുന്ന ബസ്സാ. ഈ ബസ്സിന്റെ അതിന്റെ ബോക്സിലും അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എടുത്തു വെച്ചു. അപ്പൊ അത് ഞാനൊരു ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. ശരിക്കും ആന്റിക് പീസാണ് ഇത്. ഇപ്പൊ ആന്റിക് പീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, അങ്ങനെ ഒരു ഇത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഫ്ലൈറ്റുകൾ, ചെറിയ ചെറിയ വിമാനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അത് ഈ ഒരു മോഡല് അല്ലാണ്ട് ശരിക്കും ഇപ്പം നിലവിലുള്ളതല്ല, ഇതുപോലത്തെ യുദ്ധവിമാനം ഇങ്ങനത്തെ ചെറിയത്. പിന്നെ എല്ലാവർക്കും അറിയാൻ കോമൺ ആയ സാധനം ലണ്ടൻ ബസ് ആണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. കിച്ചണിന് മുമ്പ് ഞങ്ങളുടെ വെഡിങ്ങിന്റെ ഫോട്ടോയൊക്കെ, ഇതൊക്കെ എൻ്റെ ഫേസ് ആയിട്ട് ഇപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് മാറിപ്പോയി. ഇത് ഞങ്ങളൊരു പുതിയ ഫോട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ബൈബിൾ വെച്ചായിരുന്നു ഇതിൻ്റെ ഫോട്ടോ. പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ലൈറ്റ് കാണിച്ചു തരാം. അപ്പം നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇത് തുറന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇന്നുണ്ടോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താ പറയുന്നത്, നമ്മൾ ഇതിന് സീരീസ് ആയിട്ടുണ്ടെന്നല്ല അവർ പറഞ്ഞത്. ഇങ്ങനത്തെ പല ഇങ്ങനത്തെ വീടുകള്, ഇതൊരു ചെറു ഗ്രാമം തന്നെയൊക്കെ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊരു പള്ളിയാ. ഇത് നിലവിൽ ഈ പള്ളി ഇവിടെ UK നിലവിലുള്ളതാണ്. ഈ വീടൊക്കെ UK നിലവിലുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു മാതൃകയിൽ ഹാൻഡ് ആയിട്ടില്ല, ഇത് ഹാൻഡ് മെയ്ഡാന്നൊക്കെ. ഇത് എന്തായാലും ഇത് നമുക്കത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതില് ഇപ്പൊ ആ പള്ളിയുടെ പേരൊക്കെ എന്റെ അടിയിലുണ്ട്, ഞാൻ മറന്നുപോയി. അത് എടുക്കാൻ ഒരു സെറ്റപ്പിൽ വെച്ചുകൊണ്ട് നിലവിലുള്ളതാണ്. പിന്നെ ഇത് ചെറിയതായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളാണ് ഈ UK മിക്ക വീടുകളിലും. അതുപോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട് ഇവരുടെ ഇങ്ങനത്തെ ഈ ഷോക്കേസിൽ വെക്കുന്ന ഐറ്റങ്ങൾ. പിന്നെ ഇങ്ങനത്തെ കുറെ ഞങ്ങള് ചുമ്മാ പാവകൾ വാങ്ങാതെ ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങൾ UK എന്നുള്ളത്. പിന്നെ അത് ഞങ്ങളുടെ താഴെ കുറച്ച് ഫോട്ടോകളും, പിന്നെ ഒരു കൊക്കോളയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ അവർ ഇറക്കിയേക്കണം. അത് ചുമ്മാ മേടിച്ചത് വെച്ചു. ഇത്രയാണ് ഷോക്കേസിന്റെ ഉള്ളിലുള്ളത്. കാണിക്കട്ടെ. നമുക്ക് വൈദ്യുതി. പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചൺ. ഇത് കിച്ചണില് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഉള്ളില് ഞങ്ങള് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെ. ഈ കാണുന്ന ഈ സ്റ്റൗ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഈ വീട്ടിലേക്കുള്ള ഞങ്ങള് മേടിച്ചെടുത്താണ്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് എല്ലാം സംഘടിപ്പിച്ച് മേടിച്ചതാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചെറിയ ഇതൊക്കെ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പൊ അവര് വീട്ടിൽ കൊണ്ടു തന്നു. നമ്മള് ഡെലിവറി online കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാറില്ലാത്തതുകൊണ്ട് വലിയ പാടതൊക്കെ. പിന്നെ ഫ്രിഡ്ജ് ഞങ്ങൾ പുതിയ ഫ്രിഡ്ജ് തന്നെ മേടിച്ചാട്ടോ. ഈ ഫ്രിഡ്ജൊക്കെ നമുക്ക് ആർഗോസിന്റെ വഴിയാണ് ഞാൻ മേടിച്ചത്. അപ്പൊ എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇവിടെ UK വന്നേലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിന്റെ നമുക്ക് ഇപ്പൊ പൈസ കൊടുക്കാനില്ല. ആർഗോസിന്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണം. ആർഗോസ് അത് ചിലപ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന കാശ് 1 വർഷമൊക്കെ 2 വർഷം കഴിഞ്ഞവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് അത് മിനിമം ആയിട്ട് അത് നമുക്ക് 6 മാസം കഴിഞ്ഞ് പൈസ കൊടുക്കും. 3 മാസം കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടം. അതിന് മുമ്പ് അടച്ചു ചെയ്യാനും പറ്റും. നമുക്കത് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ മേടിച്ചതാ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ചുമന്ന് കാണിച്ചേക്കാം പല സാധനങ്ങൾ. പിന്നെ നമ്മൾ പൊതുവെ മലയാളികൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി വരുന്ന ഫുഡും കറിയും നമ്മളിവിടെ വെച്ചിരിക്കുന്നു. പിന്നെ പച്ചക്കറി അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ പച്ചക്കറി. അതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചു. താഴെ വെച്ച സാധനങ്ങള്. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നാണ് ലഡു. ഇതൊക്കെ ഫ്രോസൺ ആണ്. നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ ലഡു തന്നെയാണ്, ഇത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ അത് മലബാർ പൊറോട്ട ഇതൊക്കെ മലയാളി കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഞങ്ങൾ. ജസ്റ്റ് ഇത് ഓവനിൽ വെച്ച് ചൂടാക്കിയത്. ഇത് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ശരിക്കും അതൊക്കെ ഹോട്ടൽ പൊറോട്ട എന്ന് പറഞ്ഞ ഒരു വലുതാണ്. എനിക്കൊരു കാപ്പി ഉണ്ടായി കുടിക്കണം എന്ന് പറഞ്ഞ പോലെ. ഇവിടെ വന്നാൽ പിന്നെ നമ്മള് നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടാക്കാനൊക്കെ മടിയാണ് ഈ സ്റ്റൗവിൽ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ എന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ പോലെ തന്നെ ഈ കെറ്റിലാണൊക്കെ അത്രേ ഉള്ളൂ.
കിറ്റിൽ ഓണാക്കുക. പിന്നെ കുറച്ച് പാലെടുക്കുക. അത് ഡെയിലി ഇതാണ്ട പരിപാടി. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഇത് തന്നെ പരിപാടി. കുറച്ച് പാലെടുക്കുക, കുറച്ച് പാലെടുത്ത് ഈ കപ്പയിലേക്ക് ഒഴിക്കുക. കുറച്ചും കൂടെ ഉള്ളു, 2 ലിറ്റർ ഇത് എടുത്തിട്ട് നൈസായിട്ട് നമ്മൾ ഈ ഓവനിലേക്ക് വെച്ചിട്ട് ഈ 1 മിനിറ്റ് ഒന്ന് പാല് ചൂടാക്കുക. എന്നിട്ട് പാല് ചൂടാക്കിയിട്ട് അത് ആ കപ്പയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങ് കുടിക്കും. പെട്ടെന്ന് എല്ലാം ചെയ്യാനുണ്ട്. ഇവിടെ വന്ന എല്ലാവരും ഇത് തന്നെയായിട്ട് ചെയ്യണത്. അപ്പൊ ഞങ്ങള് ഡെയിലി കാര്യങ്ങളിലൊക്കെ പിന്നെ ചായ കുടിക്കാതെ, എനിക്ക് രാവിലെ ചായ കുടിക്കണം. അതുപോലെ തന്നെ ഫ്രീ ടൈമിലൊക്കെ ചായ കുടിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ചായ കുടിക്കും. കാരണം ചായ കുടിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കം തോന്നിയുള്ള പരിപാടിയെല്ലാം എന്ന് പറയും. പിന്നെ നമ്മുടെ നാട്ടില് പാലൊക്കെ പാക്കറ്റില് അല്ല, എനിക്ക് പാക്കറ്റിലെ പാല് തന്നെ അതിന്റെ നേരെ കുപ്പിയില്ല. പിന്നെ ഇതിൽ പിന്നെ ഡേറ്റ് ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ വലുതുണ്ട്, ഞങ്ങളത് വാങ്ങാറില്ല. കാരണം ഞങ്ങൾ 2 പേരുള്ള കാരണം അത് മേടിച്ച് വെച്ചാൽ ആ പാല് ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ പാല് വേസ്റ്റായിട്ട് കളയേണ്ടി വരും. ഏകദേശം ഇതിന് തന്നെ നാട്ടിലെ 150 രൂപ അല്ലേ, 1.5 പൗണ്ട് എങ്ങാണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിട്ട് നമുക്ക് പാലിന് ഇതിനൊക്കെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതൊരു ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നീട് കളയാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ തന്നെ ടീ ബാഗും മറ്റേ സാധാ ചായപ്പൊടി ഇല്ലാന്ന് തോന്നുന്നു. ടീ ബാഗ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് പല പല കമ്പനികളുടെ ഉണ്ട്. പിന്നെ കോഫി പൗഡർ, പിന്നെ പല ഫ്ലേവറും പല കാര്യങ്ങളും ഉണ്ട്. ഇനി ആ ചൂടാക്കിയ ചൂടുവെള്ളം ഇച്ചിരി ഇതിലേക്കാൻ പറ്റും. കുറച്ച് പഞ്ചസാര ഇടും, കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടി 2 ഇതൊക്കെ ഇടും. ഞാൻ പിന്നെ ഇന്നിപ്പോ ആവശ്യമുള്ളൂ. സ്പൂൺ തരൂ. താങ്ക് യു. ചായയുടെ കളറുണ്ടോ? തീരെ കോമഡി. വെളുത്തിരിക്കണം അല്ലേ? ഞാൻ ഒരു ഭയങ്കര രാവിലെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തായിരുന്നു മൈൻഡ് വിട്ടായിരുന്നു. ശരിക്കും ഞാൻ പാല് വെക്കാൻ നേരത്തെ അതിലേക്ക് ആ ടീ ബാഗ് ഇട്ടിട്ട് വെക്കണം. അപ്പോൾ ഒന്നും അത് കറങ്ങുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഡയറക്റ്റ് അലക്കം അതിൻ്റേതായൊരു ഇതാണ് മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അജീന വിശദമായിട്ടല്ല, ഇതൊക്കെ ബാക്കി സാധനങ്ങൾ എന്തായിരിക്കണമെന്ന് എനിക്കറിയില്ല. അജീനയുടെ കയ്യിൽ അതൊക്കെ ഇതെല്ലാം അടുക്കളയാണല്ലോ. അടുക്കള ഇവിടെ പിന്നെ വേറെ എനിക്കൊരാവത്തം പറ്റില്ല. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ നാട് വിട്ട് നാട്ടിലായാലും ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താവും എല്ലാവരും അടുക്കളയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ജോലി ചെയ്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് എല്ലാം നമ്മൾ തന്നെയാണ്. എല്ലാം ഈക്വലായിട്ടാണ് ഇവിടെ. നാട്ടിലെ പോലെ നമുക്ക് ഒരാളെ ഏൽപ്പിച്ച അങ്ങനെ നടക്കത്തില്ല. അപ്പൊ നമ്മളെല്ലാരും ഒരുപോലെ നിന്നാണ് ചെയ്യുന്നത്. അതെ, അടുക്കള അങ്ങനെ വൈഫിന് മാത്രമുള്ളതെന്നല്ല കേട്ടോ പറഞ്ഞത്, എല്ലാവർക്കും. ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് എല്ലാ സാധനങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, അതാണ് മെയിൻ വിഷയം. പിന്നെ ഞാൻ ഈ ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങള് ഈ വീട് ഞങ്ങളുടെ കൈ കിട്ടുമ്പോൾ എങ്ങനെ ഇരുന്നേ, ഇതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറയും, ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു. അതിന് ശേഷമുള്ള വീട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടെ ഈ വീടിന്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എം ടി ആയിട്ട് കിടന്ന വീട് എങ്ങനെയായിരുന്നു, അത് ഇന്ന് എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ. ഞാൻ പെട്ടെന്നൊരു വീഡിയോ അതിൽ ഇടാം. നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അത് ഞാൻ ചുമ്മാ വീട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അത് ഇപ്പൊ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങളതൊന്ന് കാണട്ടോ. പിന്നെ ഇതില് കാണുന്ന കാര്യമായിട്ടൊന്നുമില്ല, എല്ലാ വീട്ടിലുള്ള പോലെ സാധനങ്ങളൊക്കെ നമ്മള് എങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇത് സെയിൻസ്ബറീസിൽ നിന്ന് കിട്ടിയത് നാരങ്ങ അച്ചാർ.
അത് ഇന്ത്യനാണ് അത് എഴുതിയേക്കുന്നത്. ടേസ്റ്റ് ചെയ്തു നോക്കിയില്ല. പിന്നെ അത് നമ്മുടെ മസാല സകല സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ നമുക്ക് ഇത് കായല്ലേ ഇത്, അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടും. ഇതൊന്നും തേങ്ങയാണ്. ഇത് തേങ്ങയാണ്. ഇത് വെച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന കോക്കനട്ടായി. നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് നമ്മൾ ഈ സാധാ തേങ്ങ പോലെ തന്നെയാവും. അതായത് തേങ്ങ ചമ്മന്തി അരിക്കാനും കറിക്കും എല്ലാത്തിനും ഞങ്ങൾ ഇത് ഉപയോഗിക്കണത്. അപ്പം അത് അങ്ങനെ സാധനങ്ങൾ. പിന്നെ കിച്ചണിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ഇഷ്ടം പോലെ കബോർഡ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാം ആക്കി. പിന്നെ നമ്മുടെ നാട്ടിലേ അറിയാം ഹൈജിറാംസിൻ്റെയും പിന്നെ സാധാ മിച്ചറും എല്ലാം ഉണ്ട്. അത് പിന്നെ പാത്രമൊക്കെ ഗ്ലാസ്. പിന്നെ ഞങ്ങൾ ഈ സിൽവർ പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കണേ. അറിയാലോ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പ്രശ്നം. ഇവിടെ തെറിച്ച് കഴിഞ്ഞാൽ ഈ ടൈലൊക്കെ മൊത്തം ഇങ്ങനെ കറിയാവും. പിന്നെ അത് തേച്ചാൽ തുടച്ചാലൊന്നും പോലും നടക്കത്തില്ല. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഒരു ചെയ്ത് വെച്ചേക്കണേ. അത് അല്ലെങ്കിൽ പണിയാവും, തുടച്ചാലൊന്നും പോവില്ലോ. നമ്മുടെയൊക്കെ മസാലയുടെ കറ തെറിച്ച് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ അതിൻ്റെ കളറേ മാറിപ്പോവും. ഇപ്പം വെള്ള മഞ്ഞ കളറായിട്ട് അല്ലെങ്കിൽ ചുവന്ന കളറായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ സെറ്റപ്പാക്കിയതാണ്. ഇത് ബോയിലറാണ്. നമുക്കിവിടെ ചൂടുവെള്ളം തന്നെ ഇത് ഓണാക്കിയിട്ടാലേ വരുള്ളൂ. ഇത് ഞാൻ ഇവിടെ ഉള്ളവർക്കല്ല, നമുക്ക് നാട്ടിൽ നിന്ന് ഇനി വരാനുള്ളവർക്കൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയില്ല. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് ഞങ്ങളുടെ കറണ്ട് ബില്ലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അറിയാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ബാലൻസ് ഇലക്ട്രിക് 11 ഉണ്ട്, അതുപോലെ ഗ്യാസ് ഒരു 16 ഉണ്ട്. ഞങ്ങൾ ഈ തീരുന്നതനുസരിച്ച് ഇത് റീചാർജ് ചെയ്യാം. എല്ലായിടത്തും ഇത് തന്നെയാണ് ഈ സംഭവമാണ്. അപ്പോൾ നമുക്കില്ല നോക്കി അറിയാം. പിന്നെ ഇന്ന് സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഗ്രീൻ അല്ലേ, അത് തീരാറാകുമ്പോൾ റെഡ് ആയി തെളിഞ്ഞേക്കാൾ സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഞങ്ങൾ പാട്ട് കേൾക്കാൻ വേണ്ടി ടാപ്പ് ഇങ്ങനെ വെച്ചേക്കുന്നത് ആപ്പിളിൽ നിന്ന് ചുമ്മാ അറിയാതെ പറഞ്ഞു കേട്ടോ. ഞാൻ തള്ളലാന്ന് വിചാരിച്ചത്. ഈ ഒരു വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ കിട്ടിയതാണ്. ഏകദേശം ഇവിടെയൊക്കെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ റെന്റിന് വീടുകൾ കിട്ടില്ല. കാരണം മിഡിൽസ് പ്രോയിലല്ല ഞങ്ങളിപ്പോൾ നിലവിൽ. മിഡിൽസ് പ്രോയിൽ നമുക്ക് വീടൊക്കെ കിട്ടാൻ ഇഷ്ടം പോലെ ഓപ്ഷനുകളുണ്ട്. അതുപോലെ തന്നെ കുറെ സ്റ്റുഡൻസിന് അക്കോമഡേഷൻ അങ്ങനെ ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ നടത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട് കിട്ടാൻ പാടാ. ഇവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നവർക്ക് പോലും വീടില്ലാത്തവരുണ്ട്. ഞങ്ങൾ ഇവിടെ ഓഗസ്റ്റിലല്ലേ നമ്മൾ വന്നത്. ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് വീട് ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ വീട് കിട്ടി. ഈ വീടിന്റെ റെന്റിന്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വീടിന് 800 പൗണ്ടാണ് റെന്റ്. അതായത് ഒരു മാസം നാട്ടിലെ 80,000 രൂപ. അത് ഏറ്റവും കുറവാണ്, ഇവിടുത്തെ ഏറ്റവും കുറവ്. അത് കൗൺസിൽ ടാക്സ് ഞങ്ങൾക്ക് 200 പൗണ്ടിന്റെ അടുത്ത് വരും. അത് നാട്ടിലൊരു 20,000 രൂപ. അത് എല്ലാ മാസം കറക്റ്റ് 1-ാം തീയതി അടക്കുകയും ചെയ്യണം. ഇവിടുത്തെ ഒരു ഇതാ പിന്നെ എല്ലാത്തിനും കുറച്ചുകൂടെ പൈസ കൂടുതലാണ് ഇവിടെ പൊതുവെ പോവാണെങ്കിൽ. നമ്മളെ നോർത്ത് സൈഡിൽ നിന്ന് നേരെ സൗത്ത് സൈഡിലേക്ക് പോകും. അതെ. ഇതിപ്പോ നോർത്തിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല റേറ്റാ. പിന്നെ ഞങ്ങൾക്കിടെ ഈ വീടിന്റെ റേറ്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ വീട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അത്ഭുതം. എങ്ങനെ കിട്ടി ശരിക്കും എന്തൊരു ഭാഗ്യത്തിന്. ഞങ്ങൾ ആകെ ഒരു വീട് കാണാനേ വന്നുള്ളൂ, വീട് കിട്ടിയുള്ളൂ. ആ വീട് ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഇവിടെയൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീട് തന്നെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളത് വേറെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീട് കിട്ടിയത്. പിന്നെ രണ്ടുപേർക്കും ഇങ്ങനെ ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാരണം അവര് നമുക്ക് ആ വീടൊക്കെ അവര് തന്നത് തന്നെ. പിന്നെ ഇനിയിപ്പോ കിച്ചണില് ഇല്ല. പിന്നെ പാത്രങ്ങളെല്ലാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ തന്നെ. ഞങ്ങൾക്ക് പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെ കൂട്ടുകാരോട് താമസിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പാത്രമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അവരും ഞങ്ങളും എല്ലാം കൂടെ ഞങ്ങളെല്ലാം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പാത്രങ്ങളും അതുകൊണ്ട് മേടിക്കേണ്ട വന്നില്ല. ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. അപ്പൊ ഞാൻ ഫ്രിഡ്ജില് ഞാൻ കുറച്ചിങ്ങനെ ഈ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, സോവിനിയർ. ഞങ്ങൾ ഇപ്പൊ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ എല്ലായിടത്തും വെച്ച് നമ്മുടെ ഫേവറേറ്റ് സ്ഥലം ഞങ്ങളുടെ മിഡിൽസ് പ്രോ, പിന്നെ വെയിൽസ്, ലണ്ടൻ, വിറ്റ്പി. ഇതൊക്കെ നമ്മുടെ മിഡിൽസ് പ്രോയിൽ നമുക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളാണ്. വെയിൽസിൽ പോയത് ഇത് ഞങ്ങളെ പോർട്സ്മൗത്തിലുള്ളതാണ്. പിന്നെ വിറ്റ്ബി, അങ്ങനത്തെ യോർക്ക്. ഈ പള്ളിയുണ്ടോ, ഈ പള്ളിയിലാണ് നമ്മൾ ഹാരി പോട്ടറിന്റെ ഷൂട്ടിംഗ് ഒക്കെ പിടിച്ചത്. ഇനി നമുക്ക് ബാക്ക് വശം കാണിച്ചിട്ട് നമുക്ക് മേളിൽ റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 റൂമേ ഉള്ളൂ, 1 ബാത്റൂമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡ്. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അലക്കി ഇട്ടതാ. പക്ഷെ ഇവിടെ ഈ വെയിലില്ലാത്തോണ്ട് ഉണങ്ങിയിട്ടില്ല. അങ്ങനെയാണ്. ജസ്റ്റ് ആ കാണുന്ന അത് പോലെ ഇത്
ഗാർഡൻ ഗാരേജാണ്. അതവിടെ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് സ്റ്റാൻഡിൽ വെക്കാനും പിന്നെ എൻ്റെ സൈക്കിളൊക്കെ വെക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നത്. അവിടെ ചെറിയൊരു ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല, അതായത് നോർത്തിൽ ഞങ്ങൾ മിഡിൽ സ്പ്രോയിൽ നടന്ന പോലെയല്ല. ഇവിടെ എല്ലാത്തിനായ ഒരു ഇതുണ്ട്. ഇത് ഫുഡ് വേസ്റ്റ് വെക്കാനുള്ളതാണ്. ഇത് നമുക്ക് കുപ്പി, ഗ്ലാസ്, അങ്ങനത്തെ കുപ്പിയായിട്ടുള്ള ഗ്ലാസ് ഐറ്റംസ് ഇതിൽ വെക്കണം. ഇത് റീസൈക്കിളാണിത്. അത് ബ്ലാക്ക് ജനറൽ വേസ്റ്റ് ആണ്. ഇതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അതായത് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നതിന് നമ്മൾ പൈസ കൗൺസിലില്ല. അതാണ് ഈ 200 അടുത്ത്. അത് പിന്നെ ഓരോ ഏരിയയുടെ അനുസരിച്ചാട്ടോ പൈസ. അവിടെ ചെറിയത് അത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഗ്യാരേജ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊന്നും കാണിക്കാത്തത്. ഞങ്ങൾക്ക് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുല്ലൊന്നും പിടിപ്പിക്കാത്തതുകൊണ്ട് അത് വെട്ടാനും അതിനുള്ള പൈസ നോക്കണ്ടാവില്ല. ഈ ടൈലിട്ടാണ് അങ്ങനെ ഒരു തോന്നൽ. ഞങ്ങൾക്കിനി മേളിലേക്ക് പോയിട്ട് നോക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇതിപ്പോ ഇത് ഇട്ടത് ഈ വീഡിയോ എടുക്കുന്നതല്ല, നല്ല തണുപ്പാ, ഒരു രക്ഷയില്ല. ഇതാവുമ്പോ ജാക്കറ്റ് വേണ്ടല്ലോ, ഇത് നല്ല കട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള സ്റ്റെപ്പ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്റ്റൈലാട്ടോ ഈ സ്റ്റെപ്പിന്. ഇത് ഞങ്ങളുടെ ടോയ്ലറ്റാണ്. അതിന് ഞാൻ ടോയ്ലറ്റ് ചെറിയ ടോയ്ലറ്റാ. ജസ്റ്റ് എല്ലാ കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ കുളിക്കുമ്പോഴായാലും എല്ലാ കാര്യങ്ങളും പെരുമാറുമ്പോഴായാലും ജസ്റ്റ് മുഖം കഴിയുമ്പോഴൊക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ടോയ്ലറ്റ് അധികം നേരം കാണിച്ച് വിറപ്പിക്കാനുള്ള. പിന്നെ ഞാൻ മെയിനായിട്ടുള്ള മുറി കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ചെറിയ മുറി ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മറ്റൊരു മുറി. ഇത് ചെറിയൊരു മുറിയാണ്. ഇവിടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ തേക്കാലോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ച് ജാക്കറ്റൊക്കെ അവിടെ വെച്ചേക്കണം. ഇത് ഫ്രണ്ടിലേക്കുള്ള വിൻഡോയാ. പിന്നെ ഞങ്ങൾ ചുമ്മാ ചെറിയൊരു ബെഡ് പോലെ ഇങ്ങനെ നിലത്തിങ്ങനെ ഇട്ടേക്കുക. ചുമ്മാ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫോൺ വിളിക്കാൻ അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യും. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു ചെറിയ ബെഡ്, ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ്. പിന്നെ ഇത് ഒരു ടേബിളാണ്. ഇവിടുത്തെ ടേബിളിൻ്റെയൊക്കെ സ്റ്റൈൽ കണ്ടോ, പഴയ മോഡൽ. പഴയ സിനിമകളിലൊക്കെ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പ്രിൻ്റർ അത് ഇവിടുത്തെ ഷാർബോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ചെറിയൊരു മിററുണ്ട്. പിന്നെ അത് എനിക്ക് പഠിക്കാൻ വേണ്ടി അന്നേരം മേടിച്ച ലാപ്ടോപ്പാണ്. പിന്നെ പഴയ ലാപ്പ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഫോട്ടോഷോപ്പൊന്നുമില്ല. ചെറിയൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. കസേരയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പഴയ കസേര, അതൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചു. അവിടെ വേറെ ഒന്നും വെക്കാനില്ല. അത് ആ സ്റ്റെപ്പിൻ്റെ ഒരു ഇതുണ്ടോ, ആ സ്റ്റെപ്പിൻ്റെ കറക്റ്റ് ഒരു ബോക്സ് പോലെ അവിടെ വന്നേക്കും. അപ്പോൾ അത്ര സ്ഥലം അവിടെ വേസ്റ്റായി. അപ്പോൾ സ്റ്റെപ്പ് അവിടെ വന്ന കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഇത് ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാനാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഉണങ്ങാനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ വിൻ്റർ വരുന്നതനുസരിച്ച് ഈ മുറി ഡ്രസ്സ് ഉണക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതിനുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് വേറെ നിവൃത്തിയിൽ നമുക്ക് പുറത്ത് നടാൻ പറ്റില്ലല്ലോ. പിന്നെ വെയിലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിൻ്റർ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം ഇതാണ് ഈ മുറി. വലിയ മുറിയൊന്നുമല്ല, ഒരു ചെറിയ മുറിയായിട്ടത്. ഇതുണ്ടോ, ഇതാണോ. അതെ, ഞാൻ 2 കോടി രൂപയോളം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് ശരിക്കും 2 കോടി രൂപ അടുത്ത് വിലയുണ്ട്. കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ് വീടുകൾക്കൊക്കെ. ഇതൊരു ഇങ്ങനത്തെ ഒരു പ്ലേസ് ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് നോക്കിയാലും മതി, ഈ വീടിൻ്റെ റേറ്റൊക്കെ അറിയാൻ പറ്റും. ഓരോ സ്ഥലത്ത് ഷർബോണിൻ്റെ ഒക്കെ ഒരു വീടിൻ്റെ റേറ്റ് നോക്കിയത് ഏകദേശം അത്ര രൂപ വിലയുണ്ട്. അതാണ് ഞങ്ങൾ ഏകദേശം ഇത്ര റെൻറ്റും കൊടുക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. വീടുകൾക്കൊക്കെ ഭയങ്കര റേറ്റ്. ഇവിടെ വീട് വിൽക്കാൻ പോലും ഇല്ല. നല്ലൊരു പാടാണ്. ഇവിടെ മോർഗേജൊക്കെ നല്ല എമൗണ്ടൊക്കെ വരും. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. കാരണം ഇവിടെ ഒന്നും നമുക്ക് ബിൽഡിംഗ് ഒന്നും പൊളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വീട് പണിയാനൊക്കെ വളരെ സ്ഥലങ്ങൾ കുറവാണ് ഇവിടെ. അതുകൊണ്ട് അതാണ് ഞാൻ ആ ഒരു റേറ്റ് പറഞ്ഞത്. അത്ര റേറ്റാണ്. അത് മേടിച്ച ആൾക്ക് അത്രയും വിലയുണ്ട്. ഇപ്പം ഞങ്ങൾ വാടക അടച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളാണ്, മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾ നോക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് സുഖമല്ലേ, എല്ലാ മെയിൻ്റെനൻസ് ഞങ്ങൾ നോക്കുന്നു. റെൻറ്റ് അയാൾക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ UK വന്ന് നമ്മളൊരു വീട് വാങ്ങുന്നതായിരിക്കും നമുക്ക് ഇതിനേക്കാളും എളുപ്പം. കാരണം നമ്മുടെ സ്വന്തം വീടാണെങ്കിലും പറയാമല്ലോ. അപ്പം ഞങ്ങളുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്, ഒരു വീട് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് മെയിൻ ബെഡ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി മെയിൻ ബെഡ്റൂം, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം.
മറ്റേ റൂം ഞാൻ പറഞ്ഞില്ല, കോമൺ ആയിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാനോ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ ആരും അങ്ങനെ വരാനും ഇല്ലാത്തതുകൊണ്ട് അത് സ്ഥിരമായിട്ടാണ് ഇത് ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്ന ഞങ്ങളുടെ ബെഡ്റൂം. ഇത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ റൂമിന്റെ ഇതൊക്കെ ആയിരിക്കും. ബെഡ് കവറിന് മറ്റേ ഇത് ടോയ് സ്റ്റോറിയുടെ ഇത് മേളത്തിന്റെ അറിയില്ല, കണ്ടറിയില്ല നമ്മുടെ സാധനങ്ങളൊന്നും. എനിക്ക് ഇത് ഉള്ളത് നമ്മുടെ നാട്ടിലൊരു ചീപ്പ്, പിന്നെ ഒരു 2 സ്പ്രേ ഉണ്ടാവും, ഒക്കെ എല്ലാം മേളത്തിൻ്റെയാണ്. പിന്നെ ഇത് അവിടെ ഞങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവും. ഈ നമുക്ക് ആമസോണിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതായി അലമാര, നമുക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പ്. അത് നമുക്ക് ഊരി എടുക്കാം ഒരേ പൈപ്പ്. ഇത് നമുക്ക് എല്ലാം ഇന്ന് സെറ്റപ്പ് ആക്കാം. ഞാൻ ജസ്റ്റ് തുറന്ന് കാണിക്കാട്ടോ. തുറക്കണോ? ഇത് കാണട്ടോ, നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നമുക്ക് വെക്കാം. ഇന്നിപ്പോ എന്തോ വൃത്തിയായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. മൊത്തത്തിൽ എന്തോ ഭാഗ്യമുണ്ട്, എന്തോ വൃത്തിയായിട്ടിരിക്കുന്നു. അത് ഞങ്ങൾ വൃത്തിയായിട്ടാണ് നോക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നാളെ കിടത്തല്ലേ. പിന്നെ ഇത് ഞങ്ങളുടെ എനിക്ക് ഈ തൊപ്പിയൊക്കെ ഭയങ്കര ക്രേസ്, എനിക്ക് ക്യാപ്പ് ഭയങ്കര ക്രേസ് ഉള്ള. അപ്പൊ ഇത്ര ഉണ്ട്. ഇത് ഞങ്ങളുടെ ഫോട്ടോ എനിക്ക് ചേട്ടനെ അയച്ചു തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക്. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ UK വന്നിരുന്നു. അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തന്നായി മൃഗേശ്വരയിൽ. പിന്നെ എല്ലാവർക്കും ഉള്ള തൊപ്പി അല്ലേ. പിന്നെ ഈ തൊപ്പി ഉണ്ടോ, ഇലുമിനാലിറ്റി. ഞാൻ പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ വലിയ ഫാനാണ്. അപ്പൊ ഇലുമിനാലിറ്റിയുടെ തൊപ്പി. ഓക്കെ, അത് ചുമ്മാ ചാർജ് ചെയ്ത് പോരാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ബാക്ക് വശം കാണിച്ചാൽ ഇതറിയാലോ എല്ലാവർക്കും, ഹീറ്റർ. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാൻ ഹീറ്റർ അറിയാത്തവരുണ്ടോ എന്ന് ആരും ചോദിക്കരുത്. ഞങ്ങളുടെ ബാക്ക് സൈഡ് ഇവരൊക്കെ നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഇവരൊക്കെ നല്ല ആൾക്കാരാണ്, ഈ നെയ്ബേഴ്സൊക്കെ നല്ലത്. അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും മാത്രമുള്ള എൻ്റെ തെക്ക് ഫ്രണ്ട്സാണ്. സംസാ ഇടയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പേരൊക്കെ വിളിക്കും. പക്ഷെ ഷാബോർന്ന് അവർക്ക് പറയാറിയില്ല, അവരെ ഞാൻ ഷാബ് എന്ന് വിളിക്കണം. ഓക്കെ, അപ്പം ഞാനാണ് തിരുത്താനും പോയില്ല. മറ്റേത് പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ എൻ്റെ പേര് പറയുമെന്ന് തോന്നുന്നു. അതായത് ഞാൻ അവരൊക്കെ ഫ്രണ്ട്സായിട്ട് ഇരിക്കണം. ഇത് നമ്മുടെ ഞങ്ങളുടെ അവർക്കൊക്കെ പുല്ലൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അതില്ല. അവിടെ പുല്ല് ഇതെല്ലാം കഴിക്കുള്ളൂ വീടുകളിൽ കേട്ടോ. മൊത്തത്തിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് അത്. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ സൈലന്റ് ആയിട്ട് ഒറ്റപ്പാട് മേളം ഇല്ലാതെ ഞങ്ങൾ അവിടെ എങ്ങനെ ഇരിക്കണം. വെറുതെ ആൾക്കാരെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കിനി താഴെ കുറച്ച് പേര് ഇരുന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോളോ മീ. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വീട്, ഹോം ടൂർ എന്ന് പറയാം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞറിയാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ എല്ലാവരെയും പോലെ തന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് സെറ്റപ്പ് ആക്കിയായിരുന്നു. അതെല്ലാം സെറ്റപ്പ് ആക്കി അടക്കി പറക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം. അല്ലാണ്ട് അലമ്പായിട്ട് ഞങ്ങൾ കിടന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ മാത്രം ഉള്ളതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ നമ്മള് എല്ലാ ആഴ്ചയിലും ഓഫ് കിട്ടണ ദിവസം ഓഫ് ഉള്ള ദിവസം ഞങ്ങളെല്ലാം നീറ്റാക്കും. ഇപ്പൊ അടക്കള അജിനെ ശരിയാക്കുവാണെങ്കിൽ ഞാൻ ടോയ്ലറ്റും അതെല്ലാം റൂമും കാര്യങ്ങളും നോക്കും. പിന്നെ ഇവിടെ എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്യും. പിന്നെ കോമൺ ആയിട്ട് ചെയ്യും. അതൊക്കെ ഇപ്പൊ മടിയാണെങ്കിൽ എല്ലാവർക്കും മടിയുണ്ട്, ഞങ്ങൾക്കും മടി വരാറുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളിത് ചെയ്യാം. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ആ സമയം കണ്ടെത്തുന്നതുകൊണ്ട് അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കൊന്നുമില്ല. പിന്നെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആ സമയമില്ല. അപ്പൊ ഞങ്ങള് ഓഫ് കിട്ടുന്ന ദിവസം ഞങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി വെക്കും. ഇനിയിപ്പോ ഈ വിന്റർ അനുസരിച്ച് നമുക്ക് ഇനി ഭയങ്കര ക്ഷീണവും മടിയും ഈ തണുപ്പത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മൊത്തം ഇതായിരിക്കും. എങ്ങനെയുള്ള ഒരു ഓഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങാനും ഒരു 9 മണി 10 മണിക്കൊക്കെയാണ് നമ്മൾ എണീക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ എനിക്കത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നൊന്നും ഞാനത് കാണിക്കാതെ ആദ്യം വീഡിയോ എടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ? ഇന്ന് ഉപ്പുമാവ്. എന്ത് ഉപ്പുമാവാ? കസ്കസ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചത്. നമുക്ക് ആരാ അത് പറഞ്ഞു തന്നെ? നമ്മുടെ ചേച്ചി. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ വൈഫാണ് നമുക്ക് പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് അതല്ല എന്ന് തോന്നുന്നു. എന്ത് മാറിപ്പോയി നമ്മൾ ശരിയാക്കിയത്. അത് ശരിയാ. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ഉപ്പുമാവ് പോലെ ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തൊന്ന് പോകണം, കടയിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇന്നും നാളെ ഞങ്ങൾക്ക് അവധിയാണ്. അപ്പൊ അവിടെ ഒന്ന് പോകണം. ഷെർബോൺ ടൗൺ അല്ലെ ഹോം ടൂർ പോലെ അല്ലെ നമ്മളിപ്പോ ഞാൻ ഹോം ടൂർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. ഇനി അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോം ടൗൺ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ഇത് ശരിക്കും ഷെർബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ശരി, കൺട്രി സൈഡ് എന്ന് തന്നെ പറയാം.
അത് പഴയ ബിൽഡിങ്ങുകളും പഴയ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ആ വീഡിയോയിൽ പറയാൻ എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.